കൺഗ്രാജുലേഷൻസ്. നമ്മുടെ കുട്ടിയുടെ വീഡിയോ ആണ്. ഞാൻ ഇപ്പോൾ ഇട്ടേക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് കളേഴ്സ് നിങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യിപ്പിക്കുന്ന കേട്ടോ. നമുക്ക് അടുത്ത വന്നേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയാം. നല്ലൊരു വൈൻ കളറും പിന്നെ ഒരു ഓണിയൻ പിങ്കും, രണ്ട് ഷെയ്ഡും അതുപോലെ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ്. നോർമൽ വൈൻ അല്ല കേട്ടോ, കുറച്ചുകൂടെ ഭംഗിയുള്ള കളർ എന്ന് പറയും. പ്രത്യേകിച്ച് വിത്താ സിൽക്ക് ആയതുകൊണ്ട് കാഴ്ചയ്ക്ക് കുറച്ചുകൂടെ ഭംഗി കൂടും. ഞാൻ അടുപ്പിച്ച് കാണിക്കാവേ. ഈ ഒരു നെക്ക് പാറ്റേണും ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. കാരണം ചെറിയ വർക്കല്ലേ, അങ്ങനെ ഒത്തിരി ഓവറായിട്ടുള്ള ഡിസൈൻ ഇല്ലതാനും, എന്നാൽ അത്യാവശ്യം ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ലൈനിങ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല ഐറ്റം കേട്ടോ. ഇതിൻ്റെ സ്റ്റിച്ച് ഇല്ലാതെയാണ് വന്നേക്കുന്നത്. ഇത് നിങ്ങൾ നെക്സ്റ്റ് സൈസ് എടുക്കണം. നോർമലി യൂസ് ചെയ്യുന്ന സൈസിനേക്കാളും അടുത്ത സൈസ് എടുക്കണം. ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം കേട്ടോ. ഇതിൻ്റെ സൈസസ് വരുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ 4 സൈസിലാണ്. പക്ഷെ നിങ്ങൾ നോർമലി ഉപയോഗിക്കുന്നേക്കാളും അടുത്ത സൈസ് എടുക്കണം. നല്ല ടൈറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിൽ സെയിം സൈസ് ആയാലും മതി. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഒരു ഇത്രയൊക്കെ ലൂസായിട്ട് കിടക്കണമെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുക്കുന്നതാണ് നല്ലത്. ലൈനിങ് ഉണ്ട് കേട്ടോ. ഇതിന് നമുക്ക് രണ്ടാമത്തെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ കളറാട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഒനിയൻ പിങ്ക്. അതായത് ഒനിയൻ പിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. അപ്പോൾ അത് സാധാരണക്കാരും കുറച്ച് ഭംഗി കൂടുതലാണ് ഈ ഒരു വിചിത്ര വന്നേക്കുന്നത്. അപ്പോൾ ഈ കളറിന് എന്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, കാരണം ഡബിൾ ഷെയ്ഡ് വന്നുകൊണ്ടായിരിക്കും. നല്ല രസമായിട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡ്സും നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അത്രയും ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സ് മാത്രം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇതും സെറ്റില്ലാതെ വന്നേക്കുന്നത് 46 മിച്ചം ലെങ്ത് ഉണ്ട്. ഏകദേശം 46 കണക്ക് കൂട്ടിയാൽ മതി. ലൈനിങ് കൊടുത്തേക്കുന്ന ക്രേപ്പിൻ്റെ മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചുരുങ്ങുന്ന പ്രശ്നങ്ങളൊന്നും ടോപ്പിൻ്റെ മെറ്റീരിയലിനും ഇല്ല, ലൈനിങ്ങിൻ്റെ മെറ്റീരിയലിനും ഇല്ല. അതുകൊണ്ട് നെക്സ്റ്റ് സൈസ് എടുത്തോ, കറക്റ്റ് ഫിറ്റ് ആയിരിക്കും, ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു അംബ്രല പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ഒത്തിരി ഫ്ലെയർ അല്ല, ചെറുതായിട്ട്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലല്ലേ നിൽക്കുന്നത്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റീസണബിൾ ആട്ടോ ഈ ഒരു ഐറ്റം. സെയിം തന്നെ ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലെ നെക്ക് പോർഷനിലും കയ്യിലും ആ ഒരു ഡിസൈൻ വരുന്നത്. പിന്നെ ചെറിയൊരു പിൻടെക്ക് പോലത്തെ ഡിസൈൻ ഇവിടെ സൈഡിലും ഉണ്ട് കേട്ടോ കയ്യിൽ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M631. റേറ്റ് വരുന്നത് 790 മാത്രമേ ഉള്ളൂ. 790.